ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ചെന്നെത്തി നിൽക്കുന്നത് വടകര നിയമസഭാ മണ്ഡലത്തിലാണ്. വിശകലനങ്ങളിലേക്ക് കടക്കും മുമ്പ് പ്രേക്ഷകരെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്നത് നിങ്ങൾക്ക് പ്രവചിക്കാം. പെട്ടെന്നാകട്ടെ. സർ, വടകര കണക്കുകളിലേക്കും വസ്തുതകളിലേക്കും കടക്കും മുമ്പ് മണ്ഡലത്തെക്കുറിച്ച്, വടകരയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ. വടകര എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് വേരുകളുള്ള ഒരു മണ്ഡലമാണത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ മലബാറിലെ തന്നെ എന്നൊക്കെ പറയാവുന്ന സോഷ്യലിസ്റ്റ് നേതാവ് KB മേനോൻ്റെ ഒക്കെ മണ്ഡലമാണത്. അവിടെ ഈ നിയമസഭ നമ്മൾ നോക്കുകയാണെങ്കിൽ അരങ്ങിൽ ശ്രീധരൻ അങ്ങനത്തെ നേതാക്കളുടെ ഒക്കെ മണ്ഡലമാണ് KB മേനോൻ, അരങ്ങിൽ ശ്രീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തവണയെ ജയിച്ചിട്ടുള്ളൂ. അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MK കേളുവേട്ടൻ എന്ന് പറഞ്ഞ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രമൊക്കെ കേളുവേട്ടൻ്റെ ഓർമ്മയ്ക്ക് മലബാറിലുണ്ട്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഒരു കാലത്ത് ഈ കണ്ണൂരിൽ നിന്നുള്ള EK നായനാർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പല ആളുകളും ഓർക്കുന്നുണ്ടാവില്ല. അദ്ദേഹം കോഴിക്കോട്, ഞാൻ നായനാരോട് തന്നെ ഈ കാലമൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്, കേളുവേട്ടൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ MK കേളു 1675 വോട്ട് ആയിരുന്നു ഭൂരിപക്ഷം 1957. പിന്നീട് PSP അങ്ങനെ സോഷ്യലിസ്റ്റുകളാണ് അവിടെ ജയിക്കുന്നത്. അതിൽ M കൃഷ്ണൻ 4 തവണ, M കൃഷ്ണനാണ് വടകര മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്, 24,511. പക്ഷേ ഒരിക്കൽ CK നാണു 2000 വോട്ട് കൂടി 26,986. ഇത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകൾ എന്ന് പറയുന്നത്. M കൃഷ്ണന് കിട്ടിയതും CK നാണുവിന് കിട്ടിയതും. പക്ഷേ CK നാണുവിനാണ് ഏറ്റവും കുറഞ്ഞ വോട്ട്. CK നാണു 4 തവണ ജയിച്ചിട്ടുണ്ട്. 847 വോട്ടിന് CK നാണു ജയിച്ചിട്ടുണ്ട് 2011. പിന്നെ ഈ വോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ CK നാണു അവസാനം ജയിച്ചത് 9,511. അതിനുശേഷം ഇത് KK രമയിലേക്ക് RMPൻ്റെ ഏക സീറ്റായിട്ട് പോകുന്നു. രമ പല കാരണങ്ങൾ കൊണ്ടും രമ അവിടെ 7,491 രമയുടെ ഭൂരിപക്ഷം. അപ്പോൾ ഇത് ഞാൻ വടകരയെ ഓർക്കുന്നത് K ചന്ദ്രശേഖരൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിട്ടാണ്. സോഷ്യലിസ്റ്റ് നേതാവ്, മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ K ചന്ദ്രശേഖരൻ BLD ആയിട്ടും ജനതാ പാർട്ടിയായിട്ടും JD ആയിട്ടും ഒക്കെ നിന്നിട്ടുണ്ട് പലതവണ. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നു. M കൃഷ്ണൻ അവിടെ 4 തവണ നിന്നു. ചന്ദ്രശേഖരൻ 5 തവണ നിയമസഭയിലേക്ക് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഒരു ചന്ദ്രശേഖരൻ്റെ ഒരു സ്ഥിരം മണ്ഡലം. പിന്നീട് CK നാണു 4 തവണ. സോഷ്യലിസ്റ്റുകൾക്ക് പേരുള്ളൊരു മണ്ഡലം. അതാണിപ്പോൾ KK രമയുടെ കയ്യിൽ വന്നിരിക്കുന്നത്. അപ്പോൾ KK രമയെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഷാഫി പറമ്പിലിന് കൂടിയുള്ളതാണ്. കാരണം ഷാഫി പറമ്പിൽ വന്നിട്ട് അവിടെ KK ശൈലജയെ അട്ടിമറിച്ചു. KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് ചുമതല P ജയരാജനെയാണ് പാർട്ടി ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ P ജയരാജനും കൂടി വേണമെങ്കിൽ ചീത്തപ്പേര് വന്നോട്ടെ എന്ന് കണ്ണൂരിലെ പാർട്ടി കരുതിയിട്ടാകാം അവിടെ KK ശൈലജയെയും തോൽപ്പിച്ചു. പിന്നെ മുസ്ലിം വോട്ടും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഷാഫി പറമ്പിലിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ KK രമ ഒരു വികാരമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണിപ്പോൾ വടകര, പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട്. സർ, ഇനി ആ നിയമസഭാ മണ്ഡലത്തിൽ നമ്മുടെ 2016-ലും 2021-ലുമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജസും ഒക്കെ ഒന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി വായിക്കാം. ടോട്ടൽ എലക്ടേഴ്സ് ഉണ്ടായിരുന്നത് 1,58,000 സംതിങ് ആയിരുന്നു 2016. അതിൽ 81.5% വോട്ടാണ് രേഖപ്പെടുത്തിയത്. അതിൽ നിന്നാണ് 49,211 നേടി CK നാണു വിജയിച്ചത്. അന്ന് അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് 9,511 ആയിരുന്നു. മനയത്ത് ചന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് വന്നു, 39,700. അന്ന് KK രമ 20,000 പേരെ വോട്ടുകളാണ് രമയ്ക്ക് കിട്ടിയത്. വീണ്ടും 2021 വരുമ്പോൾ പെർസെൻറ്റേജ് വീണ്ടും 81.5 തന്നെയാണ്. പക്ഷേ KK രമ വിജയിക്കുന്നു.
7491 വോട്ടുകൾക്കാണ് കെ രമ വിജയിച്ചേർന്നത്. മനയത്ത് ചന്ദ്രൻ വീണ്ടും സെക്കൻഡ് പ്ലേസിലേക്ക് വരുന്നു. 57,602 വോട്ടാണ് എം രാജേഷ് കുമാർ BJPയുടെ. അദ്ദേഹം 10,000-ൽ പരം വോട്ടുകളാണ്. ഇതാണ് അവിടുത്തെ നിയമസഭാ കണക്കുകൾ 2016-ലെയും 2021-ലെയും. അത് വീണ്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ വെച്ച് നോക്കുമ്പോൾ 2019-ലും 2024-ലും വടകര നിയമസഭാ മണ്ഡലത്തിൽ പല മുന്നണികൾക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി ഒന്ന് വായിക്കാം. അടുത്ത UDFന് 54% വോട്ട് 19-ൽ ലഭിച്ചിരുന്നു. 71,162 വോട്ടായിരുന്നു. LDFന് 48,199 വോട്ടുകൾ കിട്ടിയിരുന്നു. NDAക്ക് 9,469 വോട്ടുകൾ. ഇതാണ് 2019-ലെ ലോക്സഭാ ചരിത്രം. ഇത് 2024-ലേക്ക് വരുമ്പോൾ ഈ 54 എന്നുള്ളത് തൊട്ട് മുമ്പ് UDFൻ്റെ ശതമാനം അത് 52-ലേക്ക് താഴും. വീണ്ടും LDFന് 36% തന്നെ ഏതാണ്ട് അതേ പെർസെൻറ്റേജിനെ നിൽക്കുകയാണ്. NDAക്ക് 7.2 19 ഉണ്ടായിരുന്നത് ഇത് 2024-ലേക്ക് വരുമ്പോൾ 9.9 ആയിട്ട് വർദ്ധിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഇടയ്ക്ക് സൂചിപ്പിക്കാം. നമ്മുടെ അവിടെ നിന്ന് വിജയിച്ച പ്രമുഖരുടെ പേരുകൾ പറഞ്ഞാൽ സാർ ആദ്യം പറഞ്ഞതുപോലെ KB മേനോനിൽ നിന്ന് തുടങ്ങി അരങ്ങിൽ ശ്രീധരൻ 67-ൽ, 71-ലും 77-ലും KP ഉണ്ണികൃഷ്ണൻ. സാർ അത് ഒന്നുകൂടി ഒന്ന് KP ഉണ്ണികൃഷ്ണനെ കുറിച്ചൊക്കെ ഒന്നുകൂടി വിശദമാക്കണം. 1980-ൽ വീണ്ടും KP ഉണ്ണികൃഷ്ണൻ, പിന്നെ 91-ൽ, പിന്നെ 1996-ൽ O ഭരതൻ CPMൻ്റെ, 98-ൽ AK പ്രേമജം, വീണ്ടും P സതീദേവി, 2009-ൽ വീണ്ടും മുല്ലപ്പള്ളി, 2019-ൽ മുരളീധരൻ, 2024-ൽ ഷാഫി പറമ്പിൽ. ഇതാണ് ആ ഒരു പേരുകൾ. ഇത് വെച്ചുകൊണ്ട് സാർ ആ വ്യക്തിത്വങ്ങളെ കുറിച്ചൊന്ന്. അല്ല, ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഈ TP ചന്ദ്രശേഖരൻ്റെ വധത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് CPMന് ഉണ്ടാകുന്ന തർക്കത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടെ ജനതാദളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സോഷ്യലിസ്റ്റുകളിൽ നിന്ന് ഈ സീറ്റ് CPM പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തർക്കമാണ് അവിടെ വരുന്നത്. വളരെ രസകരമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പിന്നെ പാർട്ടിക്കകത്തുള്ള പിണറായി VS പോരിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരികയും അവസാനം അത് TPയുടെ കൊലപാതകത്തിൽ എത്തിച്ചേരുകയും CPMന് ഒരിക്കൽ പോലും അവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വൈകാരിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതിപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിലൊക്കെ വന്നിട്ട് വടകരയിലെ ഈ മുസ്ലിം സമൂഹത്തെ മുഴുവനുമായിട്ട് CPMനെ എതിരാക്കുന്ന തരത്തിലേക്ക് മാറി തീർന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വോട്ടിൻ്റെ അടിയൊഴുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഒരു മണ്ഡലമായിരുന്നു കുറേ കാലത്തേക്ക് ലോക്സഭാ മണ്ഡലം എന്ന നില. ലോക്സഭാ മണ്ഡലം വിടുക, നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരുന്ന സമയത്ത് കാരണം ലോക്സഭയിലേക്ക് KP ഉണ്ണികൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്, CPMന്റെ പ്രേമജൻ ജയിച്ചു, O ഭരതൻ ജയിച്ചിട്ടുണ്ട്, പലരും ഉണ്ട്. അതിപ്പോൾ അത് ബാക്കിയുള്ള അതിൻ്റെ നിയോജക മണ്ഡലങ്ങളുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് രൂപപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് അത്. ശരി. പക്ഷേ നമ്മൾ അതല്ല, വടകരയ്ക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം KK രമ തന്നെയാണ്. ആ KK രമയിലേക്ക് അത് എത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് അതിനകത്ത് ഉണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. CPM ആ സീറ്റ് ജനതാദളിൽ നിന്ന് ഏറ്റെടുക്കുമോ എന്നുള്ളതായിരിക്കണം ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഉണ്ടാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പഴയ പോലെ അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയും KK രമയ്ക്ക് തന്നെയാണ് അവിടെ വിജയസാധ്യത നമ്മൾ കാണുന്നത്. നമ്മളൊരു പ്രവചനമായിട്ട് പറയുന്നതല്ല, നിലനിൽക്കുന്ന ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ അങ്ങനെയായിരിക്കും. അതിനൊരു ഷിഫ്റ്റ് വരാൻ എന്തെങ്കിലും തരത്തിൽ ഷിഫ്റ്റ് ഉണ്ടാവണമെങ്കിലും അതുപോലെ വലിയ റിഫ്റ്റ് ആവണമെങ്കിലും രണ്ടും സംഭവിക്കാൻ സാധിക്കും. അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ഷാഫി പറമ്പിലൂടെ ചെന്നത്. അതെ അത് അങ്ങനെയാണ് സംഭവിച്ചത്. അത് കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തത്. രമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഈ ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നതോടെ കുറേ കൂടി ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ അതിലൊരു മാറ്റം വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വരെ ഈ സീറ്റ് CPM ഏറ്റെടുക്കുക എന്നുള്ളത്. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ വലിയ റിഫ്റ്റും ബഹളങ്ങളും കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഈ പാർട്ടിയുടെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഭയങ്കര കുടിപ്പക പോലെ ഇത് മാറുകയല്ലേ. അപ്പോൾ അത് വളരെ കഴിഞ്ഞ തവണ അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവർ തന്നെ മത്സരിക്കാൻ വന്നാൽ
അത് കൂടുകയോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ CPM അവിടെ സ്ഥാനാർത്ഥിയായാൽ എന്തായിരിക്കും അതിന് സംഭവിക്കാൻ സാധ്യതയുള്ളത്? എനിക്ക് ഞാനൊരു നിർദ്ദേശം വെക്കാം പാർട്ടിയുടെ മുമ്പിൽ. അവിടെ മറ്റേ KK രമയ്ക്കെതിരെ P ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുക. അത് വളരെ രൂക്ഷമായിട്ടുള്ള എന്താണ്, P ജയരാജനാണ് കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതല്ലേ ശരിക്കും പറഞ്ഞു? അല്ല, P ജയരാജനെ നിർത്തി തോൽപ്പിക്കണമെന്ന് കണ്ണൂർ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനും സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അല്ല, പലതരം സാധ്യതകളുണ്ട്. അല്ല, അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം വരണമെങ്കിൽ ഈ CPM സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ അത് അല്ല, CPM സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ഥാനാർത്ഥി വേണമല്ലോ. എങ്കിലേ അത് ആ രീതിയിൽ അവസാനിക്കുള്ളൂ. അല്ലാതെ ഈ P മോഹനൻ അങ്ങനത്തെ സ്ഥാനാർത്ഥി കൊണ്ട് വല്ല കഥയുണ്ടോ? ഉണ്ടാവില്ല. ഈ കാരായിമാരോ അവരെ നിന്നിട്ട് കഥയൊന്നുമില്ലല്ലോ. സാർ, ഈ മണ്ഡലം പിന്നെ 57 ആണ് CPI അവിടെ ഉണ്ട്. അതിനുശേഷം പിന്നെ CPM അതിലേക്കില്ല. CPM കടന്നു കയറാത്ത അപൂർവ പറഞ്ഞല്ലോ നമ്മൾ. അതല്ല, അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ? അത് അങ്ങനെയല്ല. ഈ മണ്ഡലങ്ങൾ നമ്മൾ കൊടുക്കും, സഖ്യം വരികയാണല്ലോ. ഇത് സപ്തകക്ഷി മുന്നണിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് സോഷ്യലിസ്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഒരു സ്ഥലത്ത് വീതം വെച്ച് കൊടുക്കുകയാണല്ലോ. ഇപ്പോൾ എലത്തൂർ എന്ന് പറഞ്ഞാൽ ശശീന്ദ്രന് 80 വയസ്സൊക്കെ കഴിഞ്ഞു. എലത്തൂരിൽ ഇപ്പോഴും ശശീന്ദ്രൻ മത്സരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അവർക്ക് 2-3 സീറ്റ് ഉണ്ടാവും, ഇല്ലേ? കടന്നപ്പള്ളി രാമേന്ദ്രൻ. ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചില പ്രത്യേക സവിശേഷതയാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കാണാനില്ല. അതെ, കാരണം അവിടെ ചിലപ്പോൾ കാര്യമായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല. ആരും ഉണ്ടാവില്ല. ശശീന്ദ്രന്റെ അവിടെയൊക്കെ മറ്റേ ഇവര് തന്നെ CPM തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം, അവിടെ കാശ് മുടക്കണം. അങ്ങനെയാണ് ഈ സംഗതി വരുന്നത്. ഇവരൊന്നും പിരിക്കാൻ പോയാൽ സാധനമൊന്നും കിട്ടുകയില്ല. ഏറ്റവും ഒടുവിലായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതം വച്ച് നോക്കിയാലും UDFന് തന്നെയാണ് മുൻതൂക്കം. അതായത് 46,333 വോട്ടുകൾ UDFന് ലഭിച്ചപ്പോൾ 38,339 വോട്ടുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. വളരെ താഴെയാണ് BJP അല്ല, NDA വളരെ താഴെയാണ്, 7,978. ചുരുക്കത്തിൽ പിന്നെ വടകര ഇപ്പോഴും UDFന് മുൻതൂക്കമുള്ള മണ്ഡലമായി തന്നെ തുടരുകയാണ്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് മുന്നണിയാണ് വിജയിക്കുക, സാധ്യത ഏതാണെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. ഉറപ്പായും മറക്കാതെ പ്രവചിക്കുക. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.